നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വ്യക്തി എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രായമായ, വളരെയധികം അറിവും ജ്ഞാനവും ഒക്കെയുള്ള ഒരു പുരുഷ എനർജിയാണ് കാണുന്നത്. ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഉപദേശങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുകയും പിന്തുടരുകയും ചെയ്താൽ അത് നിങ്ങളെ ശരിയായ ദിശയിലൂടെ നയിക്കാനായിട്ട് സഹായകമാവും എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ഉറച്ചൊരു മനസ്സിനുടമയാണ്, സ്ഥിരതയുള്ള ആളാണ്, വളരെയധികം ശക്തനായിട്ടുള്ള ആളാണ്. കൂടാതെ ആ വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെ നിങ്ങൾക്കൊരു സുരക്ഷിതത്വം അനുഭവപ്പെടും എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർക്ക് സ്നേഹവും സംരക്ഷണവും നൽകുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് അവരുള്ളത്. ഒരുപക്ഷെ പുറമേ അവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് കഴിയില്ലായിരിക്കാം. കാരണം വികാരങ്ങളെ ഉള്ളിലൊതുക്കി പുറമേ ഒരു ഗൗരവത്തോടെ ഒരു കർക്കശക്കാരനാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവരിലുള്ളത്. പക്ഷേ ഉള്ളിൽ സ്നേഹവും കരുതലും കൂടുതലായിട്ടുള്ള ആളുകളാണ് അവർ. അവരിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ ഒരുപക്ഷെ ഉടനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത്തരം എനർജിയുള്ള ഒരാൾ വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പല ആളുകളും ചില നഷ്ടബോധത്തിൽ, നിരാശയിൽ, ആശങ്കയിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും തിരിച്ചടികൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരാത്തതിലുള്ള ഒരു നിരാശയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ബിസിനസ്, ജോലി തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കാം ഇത്തരമൊരു അവസ്ഥ നിങ്ങൾക്ക് ഉള്ളത്. എന്തായാലും ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ കാര്യം നിങ്ങൾക്ക് കിട്ടാതെ പോയതിലുള്ള ഒരു നിരാശയിൽ, നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള നഷ്ടത്തിനേക്കാൾ ഇരട്ടി നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു നൽകാനായിട്ട് പ്രപഞ്ചം തന്നെ ഒരുപക്ഷെ ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് കൊണ്ട് നൽകിയതാണ് എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നായിരിക്കാം. ഇവിടെ പ്രപഞ്ചശക്തിയുടെ സഹായവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രപഞ്ചം തന്നെ ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് കൊണ്ടു നൽകിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് പരിശ്രമിക്കാനുള്ള ഒരു നല്ല സമയമാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ചേർന്നേക്കാം. അതായത് നിങ്ങളുടെ ആ ഒരു ശ്രമത്തെ തടയാനോ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനോ ഒക്കെ പലരും ശ്രമിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് വളരെ ശാന്തമായിട്ട് ക്ഷമയോടെ നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വിജയം സംഭവിക്കും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വഴിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രപഞ്ചം തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പുതിയ തുടക്കങ്ങൾ, അതുപോലെ തന്നെ ധാരാളം അവസരങ്ങൾ ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക.
നിങ്ങളിൽ പ്രാർത്ഥന വളരെ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ശക്തി കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലേക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത വന്ന് ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു ജോലി നിങ്ങളെ തേടി എത്തുന്നതാവാം. എന്തായാലും തൊഴിൽപരമായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഒക്കെയുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് തുറന്ന് പറയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളുടെ ആ ഒരു ഉദ്ദേശത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നും മാറി നിങ്ങളിലേക്കൊരു സാമ്പത്തിക പുരോഗതി കൈവരുന്നുണ്ട്. സാമ്പത്തികമുണ്ടാക്കാനുള്ള ഒരു വഴി പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളിൽ പലരും ഈ ഒരു സമയം സാമ്പത്തികത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം അത്തരം പ്രവൃത്തികൾ നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.